AI ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പോസ്റ്ററുകൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ സാധാരണയായിട്ട് പിൻട്രസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീ പിക്ക് പോലെയുള്ള വെബ്സൈറ്റുകളിലൊക്കെ പോസ്റ്ററുകൾ തപ്പുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് പോസ്റ്ററുകൾ കാണാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള പോസ്റ്ററുകൾ നമുക്കും സ്വന്തമായിട്ട് AI ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് വേണ്ട പോസ്റ്ററിൻ്റെ ഒരു റെഫറൻസ് പോസ്റ്റർ ഫൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ കേരള ഫുഡ് പോസ്റ്റർ എന്ന് സെർച്ച് ചെയ്ത സമയത്ത് നമുക്ക് ഒരുപാട് പോസ്റ്ററുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നോക്കാം, ഫുഡുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളാണ് വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഏത് പോസ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു റെഫറൻസ് പോസ്റ്റർ ഇതുപോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പോസ്റ്ററിനെ പറ്റിയൊരു ചെറിയൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു പോസ്റ്റർ നിങ്ങൾ നോക്കാം. ഇതുപോലെ ഒരു പോസ്റ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു പോസ്റ്റർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഈ ഡൗൺലോഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ പിൻട്രസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്ററുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഏത് വെബ്സൈറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ അതൊരു റെഫറൻസ് പോസ്റ്ററായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പ്രോംപ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ChatGPT ഉപയോഗിക്കാം. ChatGPTയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ജെമിനിയിലും സാധിക്കും. ChatGPT ഉപയോഗിച്ചിട്ട് ആ ഒരു പ്രോംപ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. നമ്മുടെ പോസ്റ്റർ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോസ്റ്റർ. ഇതൊരു റെഫറൻസ് പോസ്റ്ററായിട്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. ഇതേപോലെ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് വേറൊരു പോസ്റ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോസ്റ്റർ ഞാൻ എടുത്തിരിക്കുന്നത്. ChatGPTയിലേക്ക് വരാം. ChatGPTയിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഒരു പ്ലസ് സിമ്പൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പ്ലസ് സിമ്പൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ പോസ്റ്റർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു പോസ്റ്റർ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ എഴുതി കൊടുക്കുക. അതായത് നമുക്ക് ആ പോസ്റ്ററിൻ്റെ പ്രോംപ്റ്റാണ് വേണ്ടത്. അപ്പോൾ അത് നമ്മളവിടെ എഴുതി കൊടുത്ത് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ജനറേറ്റ് എ ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് ടു ക്രിയേറ്റ് ദിസ് പോസ്റ്റർ. ജനറേറ്റ് എ ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് ടു ക്രിയേറ്റ് ദിസ് പോസ്റ്റർ. അതായത് നമുക്ക് ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ജനറേറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ സമയത്ത് നമുക്കിവിടെ ഒരു ഹൈലി ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു പ്രോംപ്റ്റ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കുക, നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പ്രോംപ്റ്റ് നേരെ നമ്മളൊന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് നോട്ട്പാഡ് പോലെയുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റിംഗ് പ്രോഗ്രാമിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്യാം. കാരണം നമുക്കതൊന്ന് എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള പോസ്റ്ററാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രോംപ്റ്റിനെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണം. പ്രോംപ്റ്റ് നമ്മൾ ഇവിടെ നോട്ട്പാഡിലേക്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോംപ്റ്റിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ആ പോസ്റ്ററിലുണ്ടായിരുന്ന ആ കണ്ടൻറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ ഈ ഒരു വലിയ പ്രോംപ്റ്റ് കണ്ട് നമ്മൾ ഞെട്ടണ്ട. അതിനകത്ത് നമുക്ക് വേണ്ട സ്ഥലങ്ങൾ മാത്രം ഒന്ന് എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ പാരഗ്രാഫിൽ പ്രോംപ്റ്റിൽ പറയുന്നത് ആ പോസ്റ്ററിനെ അവരൊന്ന് വർണ്ണിച്ചിരിക്കുകയാണ്. അതായത് എ ഹൈ ആൻഡ് കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെൻറ്റ് പോസ്റ്റർ ഫീച്ചറിങ് എ കോൺഫിഡൻറ്റ് സൗത്ത് ഇന്ത്യൻ വുമൺ ഷെഫ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് എ വുഡൻ ടേബിൾ ഇൻ എ വാം സോഫ്റ്റ്ലി ലിറ്റ് കിച്ചൺ എൻവയൺമെൻറ്റ്. അതായത് ഒരു സൗത്ത് ഇന്ത്യൻ വുമൺ ഷെഫ് ആയിരിക്കണം അവിടെ നിൽക്കേണ്ടത്. ഒരു വുഡൻ ടേബിളിൻ്റെ പുറകിലായിട്ട് അതുപോലെ തന്നെ ഒരു കിച്ചൺ എൻവയൺമെൻറ്റ് ആയിരിക്കണം. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഷീസ് സ്മൈലിംഗ് നാച്ചുറലി. അതായത് നമ്മുടെ ആ മോഡലിന് നാച്ചുറലായിട്ടുള്ളൊരു സ്മൈലുണ്ട്. അതുപോലെ ക്യാമറയിലേക്ക് ഡയറക്റ്റ് ലുക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രണ്ട്ലി ഇൻവൈറ്റിംഗ് എക്സ്പ്രഷനിലാണ് നിൽക്കുന്നത്. ഇത്രയാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണ് ആ ഒരു മോഡൽ ധരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഷീ വെയർസ് എ ഡാർക്ക് നേവി ഓർ ബ്ലാക്ക് ടോപ്പ് വിത്ത് എ സ്റ്റൈലിഷ് റെഡ് ഓറഞ്ച് ചെക്കേർഡ് അപ്രോൺ. അതായത് സാധാരണ ഷെഫ്സൊക്കെ വെയർ ചെയ്യുന്ന രീതിയിലുള്ളൊരു വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഷീ ഹോൾഡ്സ് എ വുഡൻ കുക്കിംഗ് സ്പൂൺ ഇൻ വൺ ഹാൻഡ്. അതായത് ഒരു കുക്കിംഗ് സ്പൂണ് ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട്. വിത്ത് അതർ ആം ക്രോസ്ഡ്. ഒരു കയ്യിൽ ഒരു സ്പൂൺ പിടിച്ചിട്ടുണ്ട്. ഹാൻഡ്സ് ക്രോസ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് നിൽക്കുന്നത്. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത്
ഈ ഒരു ടേബിളിൽ വെച്ചിരിക്കുന്ന ഈ ഒരു പാക്കറ്റിനെ പറ്റിയാണ്, നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ പ്രോഡക്റ്റ് എന്താണോ അതിനെപ്പറ്റി ആയിരിക്കണം നമ്മളിവിടെ പറയേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഓൺ ദി ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ ഈസ് എ ബ്രൈറ്റ് ഗ്രീൻ പാക്കേജ് ഫുഡ് പ്രോഡക്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, ഇഡ്ലി ബെറ്റർ മിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എഡിറ്റ് ചെയ്യണം. നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രിക്കോൺ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് ആയിരിക്കണം അവിടെ വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രോംപ്റ്റിൽ കുറച്ച് തിരുത്തലുകൾ ആവശ്യമാണ്. ഓൺ ദി ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ ഈസ് എ, ബാക്കി നമുക്ക് മാറ്റണം. അതായത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് മാറ്റണം. കോക്കനട്ട് ഓയിൽ ബോട്ടിൽ ഈസ് എ കോക്കനട്ട് ഓയിൽ ബോട്ടിൽ പ്ലേസ്ഡ് പ്രോമിനൻ്റ്ലി ഓൺ ദ ലെഫ്റ്റ് സൈഡിലായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദി പാക്കേജിങ് ഈസ് ഗ്ലോസി ആൻഡ് മോഡേൺ ഫീച്ചറിങ് സോഫ്റ്റ് വൈറ്റ് ഇഡ്ലീസ് പ്രിൻറ്റഡ് ഓൺ ഇറ്റ്. ഇതൊന്നും നമുക്ക് വേണ്ട, കാരണം നമ്മളവിടെ വെക്കുന്ന ഒരു കോക്കനട്ട് ഓയിലിൻ്റെ ബോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇഡ്ഡലി പാക്കേജിൻ്റെ ആ ഒരു സെൻറ്റൻസ് നമുക്ക് അവിടുന്ന് എടുത്ത് കളയാം. അത് നമുക്ക് വേണ്ട. എ ലാർജ് ഷെഫ് ഹാറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി ടോപ്പ് ഓഫ് ദി പാക്ക്. അതായത് നമ്മുടെ ഈ ഒരു പാക്കിൻ്റെ മുകളിൽ ഒരു ഷെഫ് ഹാറ്റ് വെച്ചിട്ടുണ്ട്. ആ ഒരു ഹാറ്റും നമുക്ക് വേണ്ട, നമ്മുടെ ആ ബോട്ടിൽ മാത്രം അവിടെ മതി. അപ്പോൾ നമുക്ക് ആ ലൈനും എടുത്ത് കളയാം. അതായത് ഈ ഒരു ലൈൻ നമുക്ക് വേണ്ട. ഈ ഒരു ലൈൻ നമ്മൾ എടുത്തു കളഞ്ഞു. അതിനുശേഷം പറയുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം? ബാക്ക്ഗ്രൗണ്ട് സിനിമാറ്റിക് ആയിരിക്കണം, ഒരു ബൊക്കെ എഫക്റ്റിലായിരിക്കണം അത് വരേണ്ടത്. സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കണം, ഡിഫ്യൂസ്ഡ് ആയിരിക്കണം, ഒരു പ്രൊഫഷണൽ ഒരു ഫീല് കിട്ടണം. അതുപോലെ തന്നെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ ഈ പോസ്റ്ററിലുള്ള ഈ ഒരു ഹെഡിങ്ങിനെ പറ്റിയാണ്. ഈ ഒരു ഹെഡിങ് എന്ത് വരണം എന്നുള്ളതാണ് നമ്മളിവിടെ പറയേണ്ടത്. അറ്റ് ദ ടോപ്പ് സെൻറ്റർ ഇൻക്ലൂഡ് ബോൾഡ് മലയാളം ടെക്സ്റ്റ് ഇൻ ലാർജ് വൈറ്റ് ഫോണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഓക്കെയാണ്. അവിടെ പക്ഷേ എന്ത് കൊടുക്കണം എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമുക്ക് പറയണം, ഇൻക്ലൂഡ് ബോൾഡ് മലയാളം ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ 2 കോഡ്സ് ഇടുക. കോഡ്സ് ഇട്ടതിന് ശേഷം അവിടെ എന്താണ് പറയേണ്ടതെന്ന് നമ്മൾ എഴുതി കൊടുക്കുക. 100% ശുദ്ധമായ വെളിച്ചെണ്ണ എന്നുള്ളതാണ് നമ്മുടെ ഹെഡിങ്. ആ ഒരു ഹെഡിങ് നമുക്കൊന്ന് കൊടുക്കാം. 100%. ബാക്കി നമുക്കിവിടെ കൊടുക്കേണ്ടത് മലയാളമാണ്. 100% കഴിഞ്ഞതിന് ശേഷം മലയാളം കൊടുക്കുക. അപ്പോൾ മലയാളം ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് എഴുതിയിട്ടുണ്ട്. ഞാനത് അവിടുന്ന് കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ 100%ന് ശേഷം നമുക്കിവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഇവിടെ ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് വന്നിട്ടുണ്ട്. ഇൻ എ ലാർജ് വൈറ്റ് ഫോണ്ട്, ക്ലീൻ ആൻഡ് മോഡേൺ വിത്ത് സ്ട്രോങ് കോൺട്രാസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ബ്ലർഡ് ബാക്ക്ഗ്രൗണ്ട്. അതെല്ലാം ഓക്കെയാണ്. ദ ടെക്സ്റ്റ് ഷുഡ് ഫീൽ ലൈക്ക് എ ക്യാച്ചി ഹെഡ്ലൈൻ ഫോർ എ ഫുഡ് പ്രോഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്. ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു ഫീല് കിട്ടുന്ന രീതിയിലായിരിക്കണം ആ ഒരു ഹെഡിങ്ങിനെ അവിടെ പ്ലേസ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പറഞ്ഞേക്കുന്നത് നമുക്ക് ഈ ഒരു പോസ്റ്ററിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ കോർണറിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ആ ഒരു കമ്പനിയുടെ ലോഗോ കാണാം. ഇനി പറഞ്ഞിരിക്കുന്നത് ടോപ്പ് റൈറ്റ് കോർണർ ഷുഡ് ഇൻക്ലൂഡ് എ റെഡ് റെക്ടാങ്കുലർ ബ്രാൻഡ് ബാഡ്ജ് ലോഗോ ഏരിയ. അതായത് നമുക്ക് നമ്മുടെ ആ ഒരു കമ്പനിയുടെ ലോഗോ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ലോഗോ ഇവിടെയുണ്ട്. പ്രിക്കോൺ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലോഗോ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഇത്രയും പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു മോഡലിനെ അവിടെ പ്ലേസ് ചെയ്യണം. അതുപോലെ നമ്മുടെ കോക്കനട്ട് ഓയിലിനെ പ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ലോഗോ അവിടെ പ്ലേസ് ചെയ്യണം. നമ്മുടെ ഹെഡിങ് ആയിരിക്കണം അവിടെ വരേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ പറയുക വുമൺ ഷെഫ് റെഫറൻസ് ഇമേജ് അറ്റാച്ച്ഡ്. അതായത് നമുക്ക് ആ ഒരു മോഡൽ, ഈ ഒരു പോസ്റ്ററിലുള്ള ഈ ഒരു മോഡലിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ മോഡലായിരിക്കണം അവിടെ വരേണ്ടത്. ഇവിടെ ഞാൻ ഈ ഒരു പിക്ചറാണ് അവിടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം, ഈ ഒരു മലയാളം ആക്ട്രസിൻ്റെ പിക്ചറാണ് ഞാൻ ആ മോഡലായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പോസ്റ്ററിൽ. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞാൽ മതി, അതായത് വുമൺ ഷെഫ് റെഫറൻസ് ഇമേജ് അറ്റാച്ച്ഡ്. അതായത് നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, അതായത് പ്രോംപ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഷെഫിൻ്റെ ഇമേജ്, ആ ഒരു മോഡലിൻ്റെ ഇമേജ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ എഴുതുക കമ്പനി ലോഗോ അറ്റാച്ച്ഡ്. അതുപോലെ കോക്കനട്ട് ഓയിൽ ബോട്ടിൽ അറ്റാച്ച്ഡ്. ഈ 3 കാര്യങ്ങളും കൂടെ നമ്മളതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു എന്ന് കൂടി പറയണം. അപ്പോഴാണ് നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ ആവുക, അതിനുള്ള ഒരു പ്രോംപ്റ്റ് ആകുക. ഇനി ഇതിന് ശേഷം നിങ്ങൾ ഈ പ്രോംപ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യുക. കൺട്രോൾ കൊടുക്കുക, Ctrl+C കൊടുക്കുക. അതിനുശേഷം നമുക്ക് നേരെ ജെമിനിയിലേക്ക് വരാം. ജെമിനിയിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അറ്റാച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ മോഡൽ, അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ്, അതുപോലെ നമ്മുടെ ലോഗോ. ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓപ്പൺ കൊടുക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഇവിടെ അറ്റാച്ചായി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം താഴേക്ക് വരിക, ടൂൾസിലേക്ക് വരിക, അവിടെ ക്രിയേറ്റ് ഇമേജ് കൊടുക്കുക.
റൈറ്റ് സൈഡിൽ പ്രോ ആണോ കിടക്കുന്നതെന്ന് നോക്കുക. ഈ പ്രോയിലായിരിക്കും കറക്റ്റായിട്ട് മലയാളമൊക്കെ റെൻഡർ ചെയ്ത് വരിക. മലയാളമൊക്കെ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ പ്രോ സെലക്ട് ചെയ്യണം. അപ്പോൾ പ്രോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ChatGPTയിൽ ജനറേറ്റ് എടുത്ത പ്രോംപ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്തു. നമുക്ക് വേണ്ട നമ്മുടെ പോസ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനകത്ത് എന്തൊക്കെ അറ്റാച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ഹെഡിങ്ങിൽ എന്താണ് വരേണ്ടത് എന്ന് നമ്മളിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ ജനറേറ്റ് ചെയ്യുക. നമ്മുടെ പോസ്റ്റർ ജനറേറ്റ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ ഹൗ മീഡിയയുടെ ഓൺലൈൻ AI ഫോട്ടോ എഡിറ്റിംഗ് കോഴ്സ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാം. അതിൽ AI ഫോട്ടോ എഡിറ്റിംഗ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സ് കാണാം. ഈ ഒരു കോഴ്സ് ഫോട്ടോഗ്രാഫേഴ്സിനും ഡിസൈനേഴ്സിനുമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന കോഴ്സാണ്. ഈ ഒരു കോഴ്സിൽ പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ AI ഫോട്ടോ എഡിറ്റിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഫോട്ടോഷോപ്പിലെ മെയിനായിട്ടുള്ള AI ടൂളുകളെല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ AI ഫോട്ടോ എഡിറ്റിംഗ് മാനിപ്പുലേഷൻ സെക്ഷനിൽ ഒട്ടുമിക്ക കാര്യങ്ങൾ ഒരു ഫോട്ടോഗ്രാഫറിന് അല്ലെങ്കിൽ ഡിസൈനറിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാനിപ്പുലേഷൻ സെക്ഷനാണ്. അതിൻ്റെ സിലബസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് പ്രോംപ്റ്റുകൾ ജനറേറ്റ് ചെയ്യുക, പ്രൊമോഷണൽ പോസ്റ്ററുകൾ എങ്ങനെ നിർമ്മിക്കാം, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പോസ്റ്റർ, കപ്പിൾ ഫോട്ടോ ജനറേഷൻ, മെറ്റേണിറ്റി ഫോട്ടോ ജനറേഷൻ, അങ്ങനെ ഓരോ സെക്ഷൻ തിരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ ഇതിനകത്ത് തരുന്നത്. കൃത്യമായിട്ടുള്ള റെക്കോർഡഡ് വീഡിയോസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഇരുന്ന് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു സെക്ഷനുണ്ട്. ഫാമിലി ഗ്രൂപ്പ് ഫോട്ടോ എങ്ങനെ നിർമ്മിക്കാം, അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ എങ്ങനെ AI ഉപയോഗിച്ചിട്ട് നിർമ്മിക്കാം, ജനറൽ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാം, ജനറൽ ആയിട്ടുള്ള എഡിറ്റിംഗ് സെക്ഷനാണ്. കിഡ്സിൻ്റെ ഫോട്ടോസ് നമുക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക, അതുപോലെ ഫോട്ടോ റീസ്റ്റോറേഷൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷൻ തന്നെ ലെസണുകൾ തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. പ്രൊഫഷണലായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നോക്കുക, നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് അനുസരിച്ച് പോസ്റ്റർ ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ സ്ക്വയർ ആസ്പെക്ട് റേഷ്യോയിലാണ് നമ്മുടെ പോസ്റ്റർ വന്നിരിക്കുന്നത്. നമ്മുടെ പോസ്റ്റർ എങ്ങനെ വരണം, ഏത് ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് വേണം എന്നുള്ളതും കൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ആ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ തന്നെ ജനറേറ്റ് ചെയ്ത് വരും. ഈ ഒരു പോസ്റ്റർ വന്നിരിക്കുന്നത് സമചതുരത്തിലാണ്, സ്ക്വയർ ടൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1:1 ആസ്പെക്ട് റേഷ്യോയിലാണ് വന്നിരിക്കുന്നത്. അതിനെ നമുക്ക് നീളത്തിലുള്ള ഒരു പോസ്റ്ററാക്കി മാറ്റണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് 9:16 ആസ്പെക്ട് റേഷ്യോയിലേക്ക് അതിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയൊരു പ്രോംപ്റ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നീളത്തിലുള്ള പോസ്റ്ററാക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രോംപ്റ്റ് എഴുതി കൊടുക്കാനായിട്ട് പോവുകയാണ്. ജനറേറ്റ് ദിസ് പോസ്റ്റർ ഇൻ 9:16 ആസ്പെക്ട് റേഷ്യോ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. നോക്കാം, നമ്മുടെ പോസ്റ്റർ നമുക്ക് നീളത്തിലുള്ള ആസ്പെക്ട് റേഷ്യോയിലേക്കും കൂടെ ജനറേറ്റ് ചെയ്ത് തരിക എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ആ നീളത്തിലുള്ള ആസ്പെക്ട് റേഷ്യോയിലും കൂടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നോക്കുക, നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാപ്ഷൻ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലോഗോ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റും വന്നിട്ടുണ്ട്, നമ്മുടെ മോഡലിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അതിന് നമ്മളൊരു റെഫറൻസ് ഇമേജ് കൊടുത്തിട്ട് ആ ഒരു റെഫറൻസ് ഇമേജിൻ്റെ പ്രോംപ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ആ പ്രോംപ്റ്റ് എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു പോസ്റ്റർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പോസ്റ്ററുകൾ നിങ്ങൾക്ക് വളരെ അനായാസം AI ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അറിയുന്നതിനായിട്ട് അതിൻ്റെ സൈഡിലിരിക്കുന്ന ആ ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.